ഞാൻ വിചിത്ര മലമ്പുഴ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. അതിന് നമുക്ക് കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് ജെസ്സി മലമ്പുഴ ഡാമിൻ്റെ അക്കരയിൽ നിന്ന് ജെസ്സി എനിക്ക് കൊണ്ടു തന്നതാണ്. നല്ല മധുരമുള്ള മാമ്പഴമാണ്. അപ്പോൾ നമുക്ക് ഈ മാമ്പഴം വെച്ചിട്ട് നമുക്കിന്ന് മാമ്പഴ പുളിശ്ശേരി നമുക്ക് തയ്യാറാക്കാം. നമുക്ക് ഈ മാമ്പഴം ഒന്ന് കഴുകിയെടുക്കാം. മാമ്പഴം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തൊലി കളഞ്ഞിട്ട് വേണം നമുക്ക് കറിയിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് തൊലിയെല്ലാം കളഞ്ഞിട്ട് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് മാമ്പഴം ഒന്ന് വേവിക്കാം. ആദ്യം മൂട് കനമുള്ള ഒരു പാത്രമാണ് നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നമുക്ക് പാത്രം റെഡി. ഇനി അതിലേക്ക് നമുക്ക് മാമ്പഴം ഇട്ട് കൊടുക്കാം. തൊലി കളഞ്ഞ മാമ്പഴമാണ്. വേവുന്നതിന് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് 1 സ്പൂൺ നെയ്യ്, ഒരു അച്ച് ശർക്കര, ഇട്ട് കൊടുക്കണം. മധുരം വരുന്നതിനാണ്. കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതൊന്ന് നന്നായിട്ട് വേകട്ടെ. അടിയിൽ പിടിക്കാതെ നോക്കണം. മാമ്പഴം ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. പുളിശ്ശേരിക്ക് ആവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിൽ തേങ്ങ, ഒരു സ്പൂൺ മുളക് പൊടി, തൈര്, ആവശ്യത്തിന് തൈര്. ഇത് കുറച്ച് പുളി കുറവുള്ള തൈരാണ്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരപ്പ് റെഡിയായി. നമുക്ക് ഈ പാത്രം ഒന്ന് തുറന്നു നോക്കാം. മാമ്പഴം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതൊന്ന് താളിച്ചെടുക്കാം. നെയ്യിലാണ് നമ്മൾ താളിക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ മാമ്പഴ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നന്നായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണം, ലൈക്ക് അടിക്കണം. ഈ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക്സ്.